ഹലോ ഗെയ്സ്, ഞങ്ങൾ ഇന്ന് ഹാപ്പി ലാൻഡ് പോകാൻ തീരുമാനിച്ചു. മക്കളുടെ ഈ സ്കൂളിലെ വെക്കേഷൻ കഴിയാറായല്ലോ, അതിന് മുമ്പേ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് തീരുമാനിച്ചു. ഞാനും അനിയനും വൈഫ് ഭാര്യ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വിശേഷങ്ങൾ ഇനി അങ്ങോട്ട് തുടർന്ന് കാണാം. ഓക്കെ. പറയാം, സംസാരിക്കൂ ഗേസ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ എവിടെയൊക്കെ എത്തുമ്പോ ഇതാണ് കുട്ടികൾ. കുട്ടീസ് കുറെ ഉണ്ട്. കൂട്ടുകാരെ, ഞങ്ങൾ അങ്ങനെ വെള്ളനാടെത്താറായിട്ടുണ്ട്. ഏറെക്കുറെ ഒന്നും ആയിട്ടില്ല കേട്ടോ, യാത്ര കുറച്ചൊരു ഇറങ്ങിയതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സമയം ഞങ്ങള് അവിടെ ഹാപ്പി ലാൻഡ് തന്നെ പോയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചോ എന്നുള്ള കാര്യം അവിടെ പോയി നോക്കുമ്പോഴേ അറിയുള്ളൂ. നല്ല കാലാവസ്ഥ ഇത്തിരി മാറ്റമുണ്ട്. ഇന്ന് രാത്രി വിചാരിച്ചിന്ന് പോക്ക് നടക്കത്തില്ലെന്നാണ് വിചാരിച്ചു. ഇന്ന് രാത്രി ഫുള്ള് മഴയായിരുന്നു. അതുകൊണ്ട് ഇന്ന് പോക്ക് അത്രയ്ക്ക് നടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇന്ന് രാവിലത്തെ കാലാവസ്ഥ വലിയ പ്രശ്നമില്ല, ഇത്തിരി മാറ്റം ഉണ്ടെങ്കിലും. എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോരോ കാഴ്ചകൾ കാണാം. നിങ്ങൾ ആരും വീഡിയോ തീർത്ത് കാണാതെ പോകരുതേ. നമ്മൾ മാക്സിമം എല്ലാ സ്ഥലങ്ങളും നമ്മൾ മാക്സിമം കാണിക്കും വീഡിയോയില്. സ്ഥലങ്ങൾ വീഡിയോ. അങ്ങനെ നമ്മൾ നെടുമങ്ങാട് എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അവിടെയാണ് മറ്റേതുള്ളത്. ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ടിക്കറ്റ് വരുന്നത് 700 നമ്മൾ ടിക്കറ്റ് എടുത്തു അങ്ങോട്ട് അകത്തോട്ട് കയറാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ലോക്കറിൽ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം ഡ്രസ്സുകളെല്ലാം അവിടെ വെച്ചിട്ട് ഞങ്ങളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാർക്കിലോട്ട്. അങ്ങനെ ഞങ്ങൾ കയറി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കുട്ടികളെ പാർക്ക് കണ്ടു. കുട്ടികളെ മാത്രമല്ല കേട്ടോ, ഇല്ല വലിയവർക്ക് എല്ലാവർക്കും പാർക്കാണ്. പക്ഷെ അവിടെ ക്യാമറ ഉപയോഗിക്കാൻ പറ്റത്തില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, സമ്മതിക്കത്തില്ല. കുളിക്കുന്ന സ്ഥലമായതുകൊണ്ടേ സമ്മതിക്കത്തില്ല. അത് ഫസ്റ്റ് ഞങ്ങൾ മേളോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് മക്കളുടെ പാർക്കിലേക്കാണ് കൊണ്ടുപോയത്. അവരെ കളിപ്പിക്കാനായിട്ട് അടിച്ചു പോയി. ആ ഭാര്യ തൂങ്ങാൻ നോക്കുകയാണ്, പക്ഷേ സംഭവം പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് തൂങ്ങി നോക്കാതെ നമ്മളിതാ ചാടി കയറിയതാ. കണ്ടോ, ഞാൻ ചാടി കയറി. ഓക്കെ, അതിനിടയ്ക്ക് നമ്മളൊരു കയ്യാങ്കളി, ഇടയ്ക്കൊരു കയ്യാങ്കളിയോടെ ഞങ്ങൾ അതൊരു ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചു. സ്റ്റെപ്പ് എടുത്തതാണ്. മക്കളെ ട്രെയിനിലേക്ക് കയറ്റുന്നു. നല്ല എൻജോയ് ചെയ്യാം കേട്ടോ, നല്ല സ്ഥലമാണ്. മാക്സിമം എല്ലാവരും പോകുക. മക്കളെ കുറച്ച് കളിപ്പിക്കാനൊക്കെ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാലാവസ്ഥ ഇടയ്ക്ക് ചേഞ്ച് ആവുമെങ്കിൽ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ തോന്നത്തില്ല. അത്രയ്ക്കും
രാവിലെ 10:30 തുടങ്ങി കഴിഞ്ഞാൽ 6 മണി വരെ ഉണ്ട്. 6:30 ആവും എല്ലാവരും പുറത്തിറങ്ങുമ്പോഴേ. വീട് കുറച്ച് കാണുമ്പോൾ ഈ റൈഡിൽ എൻ്റെ ഭാര്യയും 2 മക്കളും കയറിയിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കയറിയ റൈഡാണിത്. ഇത് കയറി അന്നത്തോടെ ആ ഒരു മൊത്തത്തിൽ അന്ന് മൂഡ് ഓഫ് ആയിപ്പോയി. കാരണം അന്ന് അവർ തല ചുറ്റിയ അന്ന് ഒരു ദിവസം ഫുള്ളും പിന്നെ ബാക്കിയുള്ളത് എൻജോയ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി. അതുകൊണ്ട് ഇന്ന് ഈ പ്രാവശ്യം കയറിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം അനിയനും ഭാര്യയും കയറി. പക്ഷെ അനിയൻ്റെ ഭാര്യ ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലിരിക്കുകയാണ്. അനിയനെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ടെന്നതാണ് തോന്നുന്നത്. കാരണം എന്താ ചെയ്യുക, കാരണം ഏറ്റവും റൈഡാണ്. കാരണം അത് മാക്സിമം എല്ലാവരും കയറിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നാലും കൊള്ളാം കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ കയറും. കഴിഞ്ഞ പ്രാവശ്യം കയറി എൻ്റെ കഴുത്തിന് പിടി ഞെക്കി, ഭാര്യ കഴുത്തിന് പിടി ഞെക്കി വെച്ചിരുന്നു. പക്ഷെ എന്താ ഭാഗ്യത്തിന് ഓഫാക്കിയ കൊണ്ട് രക്ഷപ്പെട്ടു. അതേപോലെ അതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ കഴുത്തൂടെ ബാക്കിയുള്ള കഴുത്തൂടെ ഞെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം കയറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കയറിയത് ഈ റൈഡിലാണ്, ഊഞ്ഞാല റൈഡിലാണ് കയറിയത്. അതിൽ 2 മക്കളും കയറിയിട്ടുണ്ട്, ഞാനും കയറിയിട്ടുണ്ട്. അനിയനും കയറിയിട്ടില്ല, അനിയൻ്റെ ഭാര്യയും കയറിയിട്ടില്ല. അപ്പം ഞങ്ങളങ്ങനെ പോവുകയാണ്. പക്ഷെ എനിക്ക് സന്തോഷം, ഇഷ്ടമാണ്. മക്കൾക്കും വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് ഊഞ്ഞാലിൽ നമ്മൾ കളിച്ചു, ആടി. ഓക്കെ, കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. അടുത്ത് 3ാമത്തെ റൈഡ് എന്ന് പറയുന്നത് അന്നലൂഞ്ഞാലാണ്. അതിലേക്ക് കയറി. അതിൽ ഭാര്യയും കയറിയിട്ടുണ്ട്, മക്കളും എല്ലാവരും കയറി. അനിയനും ഭാര്യയും കയറിയിട്ടില്ല, അവരടുത്ത് കയറുമായിരിക്കാം. എന്തായാലും ഞങ്ങൾ കയറി. അത് കഴിഞ്ഞ് ഞങ്ങളിതാ അന്നലൂഞ്ഞാൽ കയറിയ ശേഷം വന്ന് ഒരു കോഫി കുടിച്ചിട്ട് ഞങ്ങൾ അടുത്തിന് അങ്ങോട്ട് പോകാനുള്ള ശ്രമമാണ്. ഞങ്ങളടുത്ത് ഹോസ്റ്റ് റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കയറി. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റിയില്ല. കാരണം മൊത്തം ഇരുട്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ എല്ലാം പേടിച്ചു. അങ്ങനെ ഒരു ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അവിടെ 3D മൂവി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു. കൊള്ളായിരുന്നു കേട്ടോ, 3D മൂവി അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ 3D ക്ലാസ് റൂമിലേക്ക് കയറിയിട്ടുണ്ട്. ക്ലാസ് റൂമിൽ അത് നല്ല എൻജോയ് ചെയ്യാം കേട്ടോ. നമ്മളെ മുഖം പല രീതിയിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ സ്ഥലങ്ങൾ നമ്മൾ വഴി മാറി പോകും കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ ക്ലാസ് വഴി വേറെ വഴി നമ്മൾ പോയത് വേറെ ക്ലാസ്സിൽ പേടിച്ചിരുന്നു. വഴി തെറ്റിപ്പോയി. അങ്ങനെ ഞങ്ങളിതായിപ്പോൾ അടുത്ത ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, മറിഞ്ഞ് വീഴും പോലെ തോന്നും. അടുത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക റൂമുണ്ട് അവിടെ. നമുക്ക് ആവശ്യത്തിന് ഫോട്ടോ എടുക്കാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ ആവശ്യത്തിന്. കാരണം എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള ഒരു സജ്ജീകരണം അവർ ചെയ്തിട്ടുണ്ട്. 3D മോഡലിൽ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാം ഫോട്ടോ എടുത്തു. അടുത്ത് ഭാര്യ തല വെട്ടി വയ്ക്കുന്ന ഒരു രംഗത്തിൽ കയറി നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളത് ഐസ്ക്രീം കുടിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം കുടിക്കുകയാണ്. എല്ലാവരും ഐസ്ക്രീം കുടിച്ചു. അടുത്ത് കാർ റേസിങ്ങിലേക്ക് പോവുകയാണ്.
മക്കളും അനിയൻ്റെ മക്കളും അനിയനും എൻ്റെ ഇളയ മോനും ഭാര്യയും കൂടെയാണ് ഒരു വണ്ടിയിൽ മൂത്ത മോനും അനിയൻ്റെ ഇളയ മോനും കൂടെയാണ്. ഒരു വണ്ടിയിൽ അനിയനും മൂത്ത മോനും കൂടെയാണ്. ഒരു നല്ലതായിട്ട് തകർത്ത് റൈസ് ചെയ്യാണ്. അവിടെ ഇടയ്ക്ക് ഇടിക്കുകയൊക്കെ ചെയ്തേയുള്ളൂ. ഇടിച്ച് തകർത്ത കഴിഞ്ഞ് പോന്നു. കൊള്ളാം, നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് കാരണം വെച്ച് നല്ലൊരു മക്കൾക്കായിരുന്നാലും കളിക്കാൻ എല്ലാത്തിനും ഉണ്ട്. ടിക്കറ്റ് വില 700 എന്നാലും 700 രൂപ കൊടുത്താലും നഷ്ടമല്ല കേട്ടോ. കാരണം നമുക്ക് എല്ലാ റൈഡും അത് പക്ഷേ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കാരണം മാക്സിമം ആൾക്കാർ അവിടെ പോയതിന് ശേഷം ഓരോ റൈഡിന് പ്രത്യേകിച്ച് റേറ്റാണെങ്കിൽ മാക്സിമം ആൾക്കാർ എൻജോയ് ചെയ്യില്ല. കാരണം അവർക്ക് പറ്റുന്ന റൈഡിൽ മാത്രം കയറുക ഉള്ള ഇത് വെച്ചിട്ട്. പക്ഷേ ഇത് ഇവിടുന്ന് ആൾറെഡി മൊത്തത്തിൽ പേയ്മെൻറ്റ് അടയ്ക്കുന്നത് കൊണ്ട് എല്ലാവർക്കും എല്ലാത്തിനും കയറാനുള്ള ഒരു ഇതുണ്ട്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, അവിടുന്ന് അടുത്ത് ഇളയ മോനും അനിയൻ്റെ ഭാര്യയും കൂടെ ആണ് റൈഡിന് ഇറങ്ങിയത്. കാർ റൈസിങ്ങിന് ഇറങ്ങി. എല്ലാവരും കൂടെ കൊണ്ട് കൂട്ടി ഇടിച്ചു. ഒരാൾ ഊരിക്കൊണ്ട് പോയിടേ. അതെ, അത് അവിടെ തിരിച്ചു അടുത്ത് പോയി ഇടിക്കാനുള്ള ശ്രമം. ഇടിക്കില്ല എന്ന് പറഞ്ഞ് മുന്നേറുകയാണ് നന്ദു. ഹായ്, ഞങ്ങളങ്ങനെ ഇവിടുത്തെ എല്ലാം അടിച്ചു പൊളിച്ചു യാത്ര ചെയ്തിരിക്കാൻ പോവുകയാണ്. കൊള്ളാം, എല്ലാം അടിപൊളിയാണ്. എല്ലാവരും വരണം, വന്ന് കാണണം. നമ്മൾ എന്തായാലും എൻജോയ് ചെയ്തിട്ട്. നമ്മൾ കാലാവസ്ഥയായിരുന്നു ബുദ്ധിമുട്ടായിരുന്നത്, പക്ഷെ എന്തായാലും കാലാവസ്ഥ കൊള്ളാമായിരുന്നു. അതെല്ലാവരും എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ച് ഒന്ന് തിരിച്ചു മടങ്ങി യാത്രയിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.